Good morning, students. Here we are discussing pair production. Pair production means it is the materialization of photon into an electron and positron. അതായത് ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണും പോസിട്രോണുമായി മാറുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമുക്കെന്ത് പറയുക, പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുക. അതായത് ഫോട്ടോൺ എന്ന് പറയുന്നത് വിനോ ദാറ്റ് ഈസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്തായിട്ട് മാറുന്നു? മെറ്റീരിയലായിട്ട് മാറുന്നു. മെറ്റീരിയൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മെറ്റീരിയൽ എന്ന് പറയുന്നത് ആറ്റംസ് കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. ആറ്റം എന്ന് പറയുന്നത് ഒരുപാട് സബാറ്റമിക് പാർട്ടിക്കിൾസ് ഉള്ളതാണ്. ഇലക്ട്രോണും പോസിട്രോണും ഒരു സബാറ്റമിക് പാർട്ടിക്കിളാണ്. അങ്ങനെ ഇലക്ട്രോൺ പോസിട്രോൺ എന്ന് പറഞ്ഞ് ഒരു പെയറായിട്ടുള്ള സബാറ്റമിക് പാർട്ടിക്കിൾ എന്ത് ഉണ്ടാകുന്നു? ഒരു ഫോട്ടോൺ അതായി മാറപ്പെടുന്നു. അതിനെയാണ് നമ്മൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുക. സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? ദ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു മാറ്റർ. ഇസ്ലി മാറ്റർ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോൺ ഇസ് എ മാറ്റർ, പോസിട്രോൺ ഇസ് എ മാറ്റർ. യു നോ വാട്ട് ഈസ് പോസിട്രോൺ? പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അതേ മാസമുള്ള പക്ഷേ ചാർജ് അതിന് ഒപ്പോസിങ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ പോസിട്രോൺ എന്ന് നമ്മൾ പറയുക. അപ്പോൾ അതിനാണ് നമ്മൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോൺ വരുന്നു, ആ ഫോട്ടോൺ എന്തായിട്ട് മാറുന്നു? ഒരു ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് മാറുന്നു. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദിസ് ക്യാനോട്ട് ഹാപ്പൻ ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ ഒരിക്കലും ഒരു ഫോട്ടോണ് ഇലക്ട്രോണും പോസിട്രോണുമായി മാറാൻ പറ്റില്ല. ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ്. ഒരു ഹെവി ന്യൂക്ലിയസിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരു ഫോട്ടോൺ വന്ന് അതൊരു ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് മാറപ്പെടുകയാണെങ്കിൽ ബോത്ത് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം ദാറ്റ് കനോട്ട് ബി കൺസേർവ്ഡ്. ഒരേ സമയം അതിൻ്റെ എനർജിക്കും ലീനിയർ മൊമെൻറ്റിനും കൺസേർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരേ സമയം എനർജിയും ലീനിയർ മൊമെൻറ്റവും പെയർ പ്രൊഡക്ഷനിൽ കൺസേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഹെവി പാർട്ടിക്കിൾ മസ്റ്റ് ബി പ്രസൻറ്റ്. ആ ഹെവി പാർട്ടിക്കിൾ ഇവിടെ എന്താണ്? ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ദിസ് പെയർ പ്രൊഡക്ഷൻ വിൽ ഒക്കർ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് കാനോട്ട് ബി ഹാപ്പൻ ഇൻ ഫ്രീ സ്പേസ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ചെറിയ സെമിനാറായിട്ട് തരികയാണ്. അതായത് ചെറിയൊരു പ്രോബ്ലമായിട്ടാണത്, ഒരു പ്രോബ്ലമാണ്. യു നീഡ് ടു പ്രൂവ് ദാറ്റ് ദ പെയർ പ്രൊഡക്ഷൻ വിൽ നോട്ട് ഒക്കർ അറ്റ് ഫ്രീ സ്പേസ്. ദാറ്റ് ഈസ് ഐ എം ഗിവിംഗ് ആസ് എ സെമിനാർ. ആർക്കാണ്, ഏത് ഗ്രൂപ്പിനാണ് തരുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാം. ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, യുനോ ഈ പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണും പോസിട്രോണും ഒന്നുമില്ല. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മാസ് എം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എം സീറോ എന്ന് പറയുന്ന ഒരു ലെസ് മാസ്, M0 ആയിക്കോട്ടെ, M0 എന്ന് പറയുന്ന ഒരു റെസ്റ്റ് മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ യുനോ ദാറ്റ് ഈസ് ഈക്വൽ ടു M0c². ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് ദ മിനിമം എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് M0. അതല്ല, ഇനി ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൈനറ്റിക് എനർജിയും കൂടി ഉണ്ടാവും. സോ വി ആർ ടേക്കിംഗ് ദ മിനിമം എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു M0c². ഓക്കെ. So in this case we can find what is M0c². For the case of positron and electron, rest mass is same. That is equal to, you know, that is that. What is that? That is equal to 9.18 × -31 kilogram. Okay, you know that. And C, you know, that is equal to 3 × 10⁸ meter per second. And if we are substituting these values, you can find what is M0c². That is equal to 0.51 mega electron volt. You know what is 0.51 mega electron volt? നമ്മൾ നേരത്തെ പറഞ്ഞ M0 CU ഒക്കെ SI യൂണിറ്റിൽ ആണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ SI യൂണിറ്റിൽ ജൂൾ എന്ന് പറയുന്നതാണ് എനർജിയുടെ യൂണിറ്റ്. പക്ഷേ ഇവിടെ സബാറ്റമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ, അതല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിൽ എല്ലാം തന്നെ നമ്മൾ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് എനർജിയുടെ മറ്റൊരു യൂണിറ്റായ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നതാണ്. യു നോ വാട്ട് ഈസ് ഇലക്ട്രോൺ വോൾട്ട്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു പോസിറ്റീവ് ചാർജുള്ള, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജുള്ള ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന എനർജിക്കാണെന്ന് പറയുക ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുക. സോ വാട്ട് ഈസ് ദാറ്റ്? ദ ചാർജ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് E ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് 1 വോൾട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എന്ന് വെച്ചാൽ എത്രയാണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ദാറ്റ് ഈസ് ഈക്വൽ 1.6 × 10⁻⁹ ജൂൾ. 1.6 × 10⁻⁹ കൂളം. So what will be 1 electron volt? 1.6 × 10⁻⁹ into 1. That is equal to 1.6 × 10⁻⁹ joule. So 1 electron volt is equal to 1.6 × 10⁻⁹ joule. So here the rest mass energy of positron or the rest mass energy of electron is equal to 0.51 mega electron volt. മെഗാ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? 10⁻⁶ ടൈംസിനാണ് മെഗാ എന്ന് പറയുന്നത്. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3, മെഗാ എന്ന് പറഞ്ഞാൽ 10�6, ജിഗ എന്ന് പറഞ്ഞാൽ 10�9, ടെറ എന്ന് പറഞ്ഞാൽ 10⁻12, something like that. So here the rest mass energy of electron
is 0.51 mega electron volt. Otherwise we can say that is equal to 0.51 into 1.6 into 10 raised to minus 13 joule. Okay. അപ്പോൾ റെസ്റ്റ് മാസ് എനർജി ഓഫ് പോസിട്രോണും ഇലക്ട്രോണും ഒന്ന് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ അവിടെ ആ പോസിട്രോൺ ഇലക്ട്രോണും ജസ്റ്റ് ഒന്ന് ഉണ്ടായി കഴിഞ്ഞ് വെറുതെ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിന് വേണ്ട എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് an electromagnetic radiation having minimum energy of 1.02 mega electron volt can induce the pair production. അപ്പോൾ അവയ്ക്ക് മാത്രമേ ഈ പെയർ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇൻ ദ പ്രസൻസ് ഓഫ് ഹെവി ന്യൂക്ലിയസ്. അപ്പോൾ ഇത്രയും എനർജിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗാമ റേ. അപ്പോൾ ഗാമ റേ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് പെയർ പ്രൊഡക്ഷന് കാരണമായി തീരുന്നത്. സോ അപ്പോൾ അതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള 3 തരത്തിലുള്ള ഇൻട്രാക്ഷൻസാണ് നമ്മൾ പഠിച്ചത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവാം, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു എന്തിൻ്റെ കൂടെ മെറ്റീരിയൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം, കോംപ്റ്റൻ എഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്ടാവാം, പെയർ പ്രൊഡക്ഷൻ ഉണ്ടാവാം. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, ആ ഒരു റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇസ്ന്റ് ഇറ്റ്? ഇനി അൾട്രാ വയലറ്റ് റേസിനേക്കാളും കുറച്ചും കൂടിയൊക്കെ വേവ് ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയ എക്സ്റേസ് ഒക്കെയാണ്. ഇഫ് ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദിസ് മാറ്റർ, വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ദേ ആർ ഇൻട്രാക്ടിങ് വിത്ത് മാറ്റർ ബൈ വിച്ച് പ്രോസസ്, വിച്ച് ഫിനോമിന? കോംപ്റ്റൻ ഇഫക്റ്റ്. അതായത് എക്സ്റേ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ നടക്കാൻ സാധ്യത എന്തിലാണ്? കോംപ്റ്റൻ ഇഫക്റ്റിലാണ്. ആൻഡ് ഇഫ് ദ റേഡിയേഷൻ ഹാവ് മോർ ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് ഗാമ റേസ്, ഈ ഗാമ റേസ് പാർട്ടിക്കിളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പെയർ പ്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവും അല്ലേ? പാർട്ടിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗാമ റേ എന്തിൻ്റെ അടുത്ത് കൂടി പോകുന്നു? ഒരു ഹെവി ന്യൂക്ലിയസിൻ്റെ അടുത്ത് കൂടി പോകുന്നു. അപ്പോൾ ഹെവി ന്യൂക്ലിയസിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ ഗാമ റേ എന്തായിട്ട് പോകുന്നു? ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഇൻടു 1 ഈസ് പോസിട്രോൺ ആൻഡ് ഇലക്ട്രോൺ. സോ ഫോർ ഗാമ റേസ് പെയർ പ്രൊഡക്ഷൻ വിൽ ഹാപ്പൻസ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ പെയർ പ്രൊഡക്ഷൻ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിങ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സും കൂടി പറയാനുണ്ട്, പെയർ അനിഹിലേഷൻ. പെയർ അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉണ്ടാവുക, ക്രിയേഷൻ. അനിഹിലേഷൻ എന്ന് വെച്ചാൽ ഇല്ലാതാവുക, നശിപ്പിക്കുക, അതിനാണല്ലോ അനിഹിലേറ്റ് ചെയ്യുക എന്ന് പറയുക. പെയർ അനിഹിലേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും വന്ന് കൂട്ടിയിടിക്കുന്നു. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 ഗാമ റേസ് ഉണ്ടാകുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുക? പെയർ അനിഹിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ പെയർ പ്രൊഡക്ഷനും പെയർ അനിഹിലേഷൻ എന്നും പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പ്രോസസ്സാണ്. എന്താ പെയർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് കൺവേർട്ടിങ് ഇൻ ടു മാറ്റർ. Then what is pair annihilation? The matter is converting into electromagnetic radiation. Okay. അപ്പോൾ ഈ പെയർ അനിഹിലേഷൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും ചെന്ന് കൂട്ടിയിടിച്ച് ഒരു റേഡിയേഷൻ അല്ല ഉണ്ടാവുക, 2 റേഡിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഏതാണ് എനർജിയും ലീനിയർ മൊമെൻറ്റും ഒക്കെ കൺസേർവ്ഡ് ആവുകയുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പെയർ പ്രൊഡക്ഷൻ ആൻഡ് പെയർ അനിഹിലേഷൻ. ഓക്കെ. താങ്ക് യു ഫോർ ലിസണിങ്.